ഓൾ, വെൽക്കം ടു കാശ്മീർ ഡയറീസ് പാർട്ട് 1. ഞങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ കാശ്മീരിലേക്ക് പോയതിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വ്ളോഗിങ് എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഞങ്ങൾ ട്രിവാൻഡ്രം ടു ഹൈദരാബാദ് ടു കാശ്മീരാണ് എടുത്തിരുന്നത്. രാവിലെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു. ബട്ട് ഞാൻ ഇതേ ഓണറിന് ഫുള്ളി ചാർജ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. വലിയ പ്ലെയിൻ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നവി പറയുകയാണ് അമ്മയും അപ്പയും ഇന്നാനിയും എല്ലാം ഫ്ലൈറ്റിൽ കയറ്റാന്ന്. അങ്ങനെ നല്ല മിടുക്കി കുട്ടിയായിരുന്നു എൻ്റെ നവിക്കുട്ടി. ഫ്ലൈറ്റിൽ കയറിയിടുന്നേ, പക്ഷെ ആൾ ഉറക്കമായി. എന്തായാലും അത് നന്നായി. ഓൾ ചാർജ്ഡ് അപ്പ് ഫോർ ദ ട്രിപ്പ്. ലോങ് ലേ ഓവർ ഉണ്ടായിരുന്നുകൊണ്ട് ഹൈദരാബാദിലെ സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി കാണാമെന്ന് വെച്ച് ഞങ്ങളൊന്ന് പോന്നു. പക്ഷെ വിചാരിച്ച പോലെ അല്ലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ബട്ട് സ്റ്റിൽ ഓൾ ഗുഡ്. ഒറ്റയടിക്ക് 2 ട്രിപ്പായല്ലോ. അങ്ങനെ പൊരിഞ്ഞ് കരിഞ്ഞ് ഞങ്ങളൊരു ഫ്ലൈറ്റിൽ കയറി അവസാനം ഞങ്ങളുടെ കാശ്മീരിലെത്തി. ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം കാശ്മീർ. സൂപ്പർ ടയർഡ് ബട്ട് സൂപ്പർ എക്സൈറ്റഡ്. കാശ്മീരിൻ്റെ സ്വന്തം ടുലിപ്സ് എയർപോർട്ടിൽ തന്നെ കാണാനും പറ്റി. 7 ദിവസത്തേക്കുള്ള ടാക്സിയെല്ലാം ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ പോയത് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്കാണ്. നുസ്രത്ജിയുടെ സ്വന്തം എയർബിഎൻബി. സൂപ്പറായിരുന്നു. കാണാൻ എന്ത് ഭംഗിയാണ്. ഫുൾ ഓഫ് വുഡ് വർക്ക്സ്, റിയലി സ്പേഷ്യസ്. അങ്ങനെ ഈ സ്പേഷ്യസ് ആയിട്ടുള്ള എയർബിഎൻബിയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു ഞങ്ങൾ റെൻറ്റിന് എടുത്തിരുന്നത്. അടിപൊളിയായിരുന്നു. ശരിക്കും ഭയങ്കര സെറീൻ. ഞങ്ങൾക്ക് ഈ ട്രിപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു വീട്. അതിൻ്റെ കൂടെ നുസ്രത്ജിയുടെ കാവ്യയും കൂടെ ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഡേ സെറ്റ്. വെൽ റെസ്റ്റഡ് ആയിട്ട് ഞങ്ങളിതേ സെക്കൻഡ് ഡേ സോൻമാർഗിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് കടിമൺ പാടങ്ങൾ കണ്ടപ്പോൾ അപ്പം തന്നെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ സെഷൻസ് തുടങ്ങി. നവിയാണെങ്കിൽ ഇതേ പുതിയ പൂവ് കിട്ടിയത് മണപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. നവി എന്നും രാവിലെ ഞങ്ങൾ പറയുമ്പോൾ തന്നെ എണീറ്റ് മിടുക്കി കുട്ടിയായിട്ട് റെഡിയായി. പിന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ഫോട്ടോ സെഷൻസ്, ഫാമിലി പിക്ക്, കപ്പിൾ പിക്ക്, ഇന്നാനി നവിക്കുട്ടിയും കൊണ്ടുള്ള പിക്ക്, നവിയുടെ സിംഗിൾ പിക്ക് എല്ലാം എടുത്ത് ഞങ്ങളിതേ വീണ്ടും യാത്ര തുടർന്നു. കാശ്മീരിൽ നിന്ന് എങ്ങോട്ട് പോകണമെങ്കിലും ഒരു 2-2.5 മണിക്കൂർ ട്രാവലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങി. റാൻഡമായിട്ടുള്ളൊരു ധാബയിലാണ് ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തിയത്. പക്ഷെ നദിക്കരയിലുള്ള ആ ലൊക്കേഷൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. പറാത്തയും അച്ചാറും ഇത് തന്നെയായിരുന്നു മെയിൻ ഭക്ഷണം. ബട്ട് സ്റ്റിൽ ഓൾ ഗുഡ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളിതേ സോൻമാർഗിൻ്റെ ടണലിൽ കയറാൻ പോവാണ്. ഈ ഒരു ടണൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് വേൾഡാണ്. വെള്ളை മഴയിൽ കാണുന്ന പോലത്തെ മഞ്ഞ് മലകളും നമ്മളെ ആരെയും കൊതിപ്പിക്കുന്ന സീനറിയുമായിട്ടുള്ള സോൻമാർഗ്. അവിടെ എവിടെ പോകണമെങ്കിലും പോണി റൈഡ് മസ്റ്റാണ്. അങ്ങനെ ഞങ്ങളത് പോണിയിൽ കയറി സോൻമാർഗിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. നവിയാണെങ്കിൽ കുതിരപ്പുറത്ത് കയറിയതോടെ ടക്ക് 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 കുതിര വരുന്നതും പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് കൂട്ടിന് 2 പിള്ളേരെയും കിട്ടി. റീൽസ് വേണോ എന്നും ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കുറേ റീൽസും എടുത്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കയ്യിൽ തന്നു. അവിടെ ഒരു റീലിന് 250 രൂപ, 300 രൂപ അങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്താണ് നമ്മൾ എടുത്തത്. പിന്നെ അവർ ഫ്രീ ആയിട്ട് കുറേ ഫോട്ടോസും എടുത്തു തന്നു. അങ്ങനെ ഇതെല്ലാമായിരുന്നു ഞങ്ങളുടെ ഡേ 2. ഡേ 3 ഞങ്ങൾ ചൂസ് ചെയ്തത് ലോക്കൽ സൈറ്റ് സീയിങ് ആണ്. ആദ്യം തന്നെ ഞങ്ങൾ ബാബ മക്തൂം സാഹിബ് റോപ്പ് വേയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഗുൽമാർഗിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റോപ്പ് വേയെങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ബാബ മക്തൂം സാഹിബ് റോപ്പ് വേ ബുക്ക് ചെയ്തത്. റോപ്പ് വേ തന്നെയായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. പ്ലേസ് ഓക്കെ. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ബദാം വാരി ഗാർഡൻ. മാർച്ചിലായതുകൊണ്ട് തന്നെ എല്ലാ ചെടികളും ബ്ലൂം ചെയ്യുന്ന സമയമായിരുന്നു. ചെറി ബ്ലോസം, ആപ്പിൾ ബ്ലോസം, ബദാം ബ്ലോസം, അങ്ങനെ നല്ല നല്ല പൂക്കൾ കൊണ്ട് മനോഹരമായിരുന്നു എല്ലായിടങ്ങളും. അതും ഓരോ സ്ഥലങ്ങളും പിക്ചറസ്ക് ആയിരുന്നു, പിക്ചർ സ്പോട്ട്സ് ആയിരുന്നു, ഇൻസ്റ്റഗ്രാമബിൾ ആയിരുന്നു. ക്യാമറ എങ്ങോട്ട് തിരിക്കണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. മുഗൾ ഗാർഡൻസ് കുറേ ഉണ്ടെങ്കിൽ ഞങ്ങളാകെ പോയത് 2 എണ്ണമാണ്. ഷാലിമാർ ഗാർഡൻസും നിഷാദ് ബാഗും. അത് തന്നെ ഞങ്ങൾ കുറച്ച് റഷ് ചെയ്താണ് കണ്ടത്. കാരണം ഒത്തിരി ടയേർഡായി. പിന്നെ ഞങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന മെയിൻ ഐറ്റം ഞങ്ങളുടെ ടുലിപ്പ് ഗാർഡൻസ് ഞങ്ങളെ ഇങ്ങനെ മാടി വിളിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ ടുലിപ്പ് ഗാർഡൻസ്. കാശ്മീർ എന്ന് പറയുമ്പോഴേ എൻ്റെ അമ്മ ഏറ്റവും പറഞ്ഞുകൊണ്ടിരുന്നത് ടുലിപ്സ് കാണണമെന്നായിരുന്നു. അങ്ങനെ കണ്ണ് നിറയെ നോക്കത്താ ദൂരത്ത് ടുലിപ്സ് കണ്ടാണ് ഞങ്ങൾ ഇരുന്നത്.
അയ്യങ്കാർ വീട്ട് അഴക ഫിലിം സോങ് ഒക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ മാത്രം പക്ഷേ വെതർ ഞങ്ങൾക്ക് ചെറിയ പണി തന്നു. നല്ല മഴയായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങളൊരു മരത്തിൻ്റെ ചോട്ടിലൊക്കെ കയറി നിന്ന് പിന്നെയാണ് നമ്മളുടെ ഫോട്ടോ സെഷൻസിലോട്ടൊക്കെ ഞങ്ങൾ കടന്നത്. പക്ഷേ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടതാണ് ഈ ടുലിപ്സ് പൂത്ത് നിൽക്കുന്നത്. ഇവിടെ റീൽസ് വേണോ ഫോട്ടോസ് വേണോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന പിള്ളേരെ കിട്ടിയോണ്ട് ഞങ്ങൾ ഇവിടെ എടുത്തു കുറച്ച് ഫോട്ടോസും റീൽസും എല്ലാം. അങ്ങനെ ടുലിപ്പ് ഗാർഡൻസ് വൻ വിജയമാക്കിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനും ഒരു ബക്കറ്റ് ലിസ്റ്റ് ഐറ്റം ആയിരുന്നു, ദാൽ ലേക്കിലെ ഷിക്കാര റൈഡ്. ദാൽ ലേക്കിലെ മീന ബസാറിൽ കൂടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. വെള്ളത്തിലുള്ളൊരു മാർക്കറ്റ്, പക്ഷേ ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പ്രൊവിഷൻ സ്റ്റോർ, മെഡിക്കൽ സ്റ്റോർ, ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ വെള്ളത്തിലുള്ള മാർക്കറ്റിലുണ്ട്. സുഖകരമായ യാത്ര. നമുക്ക് കാവ വേണോ സുഗന്ധദ്രവ്യങ്ങൾ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ ചെറിയ ചെറിയ വഞ്ചികളിൽ നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ വലിയ ആഗ്രഹമായിരുന്നു കാശ്മീർ ഡ്രസ്സിലുള്ള ഫോട്ടോസ് എടുക്കണമെന്ന്, അതും എടുത്തു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഡേയുടെ വിശേഷങ്ങൾ. ഇനിയുണ്ട് ഞങ്ങൾ ദൂത് പത്രി, പഹൽഗാം, ഗുൽമാർഗ് പോയിന്റ്. അത് പാട്ടു ഞങ്ങളെ റീൽ എടുത്തെന്ന് പറഞ്ഞില്ലേ, ആ റീലും കൂടെ വെച്ച് എൻ്റെ ഫസ്റ്റ് വ്ളോഗിങ് എക്സ്പെരിമെൻറ്റ് നിർത്തുകയാണേ. Stay tuned for part 2. Bye. ऐसा हुआ सुभान